ലോൺ ആപ്പ് വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. പോങ്ങുമൂട് ചേന്തിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ജീവനക്കാരടക്കം 18 ഉത്തരേന്ത്യക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 50ഓളം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അതായത് എങ്ങനെയാണ് പോലീസിന് ഇവരിലേക്ക് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ? പോങ്ങുമൂട് ചേന്തി എന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടക്കുന്നതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്ന ഈ വാടക കെട്ടിടം, അവരുടെ പാലാടി ടവേഴ്സ് എന്നാണ് പേര്, ആ കെട്ടിടം പോലീസിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. തുടർന്ന് അവിടെ രഹസ്യമായി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വിപുലമായ ഒരു കോൾ സെൻ്ററാണ്, ഒരു വ്യാജ കോൾ സെൻ്ററാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പോലീസ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി അവിടെ മിന്നൽ പരിശോധന നടത്തുകയും 18 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതിലെ ഏറ്റവും പ്രധാനിയായ പാർത്ഥ് എന്ന ഈ സംഘത്തിൻ്റെ തലവന്മാരിൽ ഒരാൾ, ഇയാളെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്, ആകാശ് സിംഗ് ചൗധരി എന്നാണ് പേര്. ഇയാളും ഈ സംഘത്തിലെ പ്രധാനിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി പുരോഗമിക്കുകയാണ്. ഇയാൾ സമാനമായ തരത്തിൽ അഹമ്മദാബാദിലും അതോടൊപ്പം തന്നെ മുംബൈയിലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഇരകൾ വിദേശികളാണ്. അതായത് ഈ ലെൻജെറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ മുഖേന ലോണിന് അപ്ലൈ ചെയ്യുന്ന വിദേശ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ, പ്രതിനിധികൾ എന്ന നിലയിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടും. ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ജീവനക്കാരായിരിക്കും ഫോണിൽ ബന്ധപ്പെടുക. അതിനുശേഷം ഈ വിവരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രോസസ്സിംഗ് ഫീസായി ഇത്ര എമൗണ്ട് ഡോളറായി ഈ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് പറയും. തുടർന്ന് ആ അക്കൗണ്ടിലേക്ക് ഇവർ പണം കൈപ്പറ്റും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വിദേശികളുടെ പക്കൽ നിന്നവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകാര്യം പോലീസാണ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിലും അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലുമൊക്കെ സമാനമായ തരത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പിടിയിലായവരിൽ ഏറെയും ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളവരാണ് എന്നാണ് സൂചന. ഒരാളെ വളരെ സാഹസികമായി വിമാനത്താവളത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടികൂടിയത്. അതായത് ഡാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കോൾ സെന്റർ വഴിയാണ്, ഇംഗ്ലീഷ് വളരെ പ്രാവീണ്യമുള്ള യുവാക്കളെയാണ് ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നതെന്ന് മാത്രമല്ല, ഈ തട്ടിപ്പ് സംഘത്തിൽ LLB, BTech ബിരുദധാരികളൊക്കെ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഇതിൽ മലയാളികളും ഈ സംഘത്തിൻ്റെ ഭാഗമാണോ? അങ്ങനത്തെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ളവരാണ് പിടിയിലായിരിക്കുന്നവർ. കഴിഞ്ഞ 1.5 മാസമായി രാത്രിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോൾ സെൻ്ററാണിത്, ഈ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച്. അങ്ങനെ സംശയം തോന്നിയാണ് അവിടെ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായത്. മലയാളികൾ ആരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം നിലവിലില്ല. അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം മലയാളികളായ ആർക്കെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിൻ്റെ പേരിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അതാരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ടോട്ടൽ എത്ര എമൗണ്ടിൻ്റെ തട്ടിപ്പ് ഇവർ നടത്തി, എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. 50 കമ്പ്യൂട്ടറുകളും 100 കണക്കിന് സിം കാർഡുകളും ഈ പാലാഴി ടവേഴ്സിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. താൻ ഇവിടെ ഈ വിദേശ മലയാളികളാണ് ഇതിന് ഇരകളായതെന്ന വിവരങ്ങളാണ് പോലീസിൻ്റെ പ്രാഥമികമായുള്ള ആ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെ. അതായത് ഇത് മലയാളികളെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിരുന്നു എന്ന ചില വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇരകൾ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഈ പണം നഷ്ടപ്പെട്ടവരാരെങ്കിലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ? ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം വിദേശ പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ പൗരന്മാരുടെ പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി വിദേശികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ കോൾ ആപ്പ് അല്ലെങ്കിൽ
ഈ കോൾ ആപ്പ് മുഖേനയുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ നടക്കുന്ന ആദ്യ തട്ടിപ്പ്, വിദേശികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആദ്യ തട്ടിപ്പ് കേസാണ് ഈ ശ്രീകാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മലയാളികൾക്ക് ഇതിൽ പങ്കുണ്ടോ, മലയാളികളുടെ ഇത്തരത്തിൽ ഭീമമായ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ വിശദമായ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. യെസ്, ഇത് എത്ര നാളായി ഈ കോൾ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? അതായത് മാസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? സാധാരണ നമുക്കറിയാം ഇത്തരം ലോൺ ആപ്പ് തട്ടിപ്പ് സംഘങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷെ കേരളത്തിൽ തന്നെ കേരളത്തിൽ നേരിട്ടെത്തി ഇവിടെ നിന്നും ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് പോലീസ് എത്താൻ കഴിഞ്ഞത്? കാരണം ഇത് മാത്രമല്ല, ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് എത്തണം. ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു വലിയൊരു മാഫിയ ആകാം. സ്വാഭാവികമായും നമുക്കറിയാം, മറ്റ് പല ലോൺ ആപ്പ് തട്ടിപ്പ് കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാലും വലിയൊരു ശൃംഖല തന്നെയുണ്ട്. ഇതിന് പിന്നിലും അങ്ങനെ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, 1.5 മാസമായി ഈ സ്ഥലത്ത് ഈ വാടക കെട്ടിടത്തിൽ രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ കോൾ സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയിട്ട് 1.5 മാസമായി. അതിനിടയിൽ ഇവിടെ ലഹരി വിൽപ്പന നടക്കുന്നു എന്ന, ഇതര സംസ്ഥാനക്കാർ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘം ഈ കെട്ടിടം നിരീക്ഷിക്കുന്നത്. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ലഹരിക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നത്, ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി. ആ പരിശോധനയ്ക്കിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇത് വ്യാജമായി പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻ്ററാണ്. ഈ കോൾ സെൻ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോൺ ആപ്പ് എന്ന പേരിൽ ഈ ഉപഭോക്താക്കളുടെ വിലാസവും മറ്റ് വിവരങ്ങളും ചോർത്തിയതിനു ശേഷം അതുപയോഗിച്ചുകൊണ്ട് വ്യാജമായി തട്ടിപ്പ് നടത്തുകയാണ്. അവരിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ ഡോളറായി അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അവരെ കബളിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് 18 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനിയായ ആകാശ് സിംഗ് ചൗധരിക്ക് വേണ്ടിയുള്ള പരിശോധന മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുരോഗമിക്കുന്നത്. സമാനമായ തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ മുംബൈയിലും അഹമ്മദാബാദിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ശൃംഖലയാണോ ഇതിന് പിന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ സെർവറുകൾ പരിശോധിക്കുന്നതിലൂടെ അത് വിശദമായി ഏതൊക്കെ തരത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്, എത്ര പേർ അതിൽ ഇതിനോടകം കബളിപ്പിക്കപ്പെട്ടു എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ ആകാശ്ദീപ് ചൗധരി തന്നെയാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്കാണോ ഇതിനെ നിയന്ത്രിച്ചിരുന്നത്? അതോ മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 1.5 മാസമായി ഈ കോൾ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇത് കേരളത്തിൽ മാത്രം, അതോ തിരുവനന്തപുരത്ത് മാത്രമാണോ, അതോ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും ഇവരുടെ ഒരു സംഘങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഓഫീസ് തുറന്ന് ഒരു കോൾ സെൻറ്റർ തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരിക്കുമോ? അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? അത്തരം വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ 18 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ പ്രധാനിയായ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നൊരു വിവരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതാണ് ആകാശ് സിംഗ് ചൗധരി. അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഈ കേസുകൾ സമാനമായ തരത്തിൽ മുംബൈയിലും അഹമ്മദാബാദിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ ആയിരിക്കും ഈ അന്വേഷണം നടക്കുക. ഈ കേരളത്തിൽ ഈ പൊങ്ങുമൂടിന് പുറമെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ കോൾ സെൻറ്റർ തുടങ്ങി ഈ തട്ടിപ്പിന് വേണ്ടിയ സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. നിലവിൽ പക്ഷേ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. പൊങ്ങുമൂട് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്നാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കോൾ സെൻറ്റർ തുറന്നായിരുന്നു ലോൺ ആപ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആകാശ്ദീപ് ചൗധരി ഈ സംഘത്തിലെ പ്രധാനി. ഇയാളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നു. വിദേശ മലയാളികളെ ആണ് പ്രധാനമായും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നും കോടികളുടെ തട്ടിപ്പ് ഈ സംഘം നടത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.